ഹലോ ഫ്രണ്ട്സ്, ഇസ് അഭിലാഷ് വൃന്ദാവൻ അഗെയിൻ ഫ്രം NRI ട്രേഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ സ്റ്റോക്കിനെ ഞാൻ അനലൈസ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മളുടെ ഈ 5000-ഓളം കമ്പനികൾ നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഈ 5000-ഓളം കമ്പനികൾ ഏതാണ് നല്ലത്, ഏതാണ് നല്ലതല്ലാത്തത്, ഇതിനെ മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഞാൻ ഏകദേശം ഈ 5000-ഓളം കമ്പനികളിൽ നിന്ന് ഒരു 300-ഓളം കമ്പനികളെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിനെ ട്രാക്ക് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട്, ഇതിൻ്റെ ആനുവൽ റിപ്പോർട്ട്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാ വർഷവും എല്ലാ ക്വാർട്ടറിലും ഞാൻ വായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബിസിനസ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഞാൻ ഇതിനെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഒരു 300 കമ്പനി ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് ടോപ്പ് 80 വരുന്ന കമ്പനീസാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം. ഐ ഡിഡ് മൈ സ്റ്റഡീസ്, ഐ എം കോൺഫിഡൻറ്റ് ഇൻ ദാറ്റ്. ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഇനി മുതലെങ്കിലും നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് ടിപ്പ് വാങ്ങുന്ന പരിപാടി നിർത്തണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതിന് പഠിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വളരണം. ഓക്കെ, എല്ലാവരും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് സീനിയേഴ്സ് ആൾക്കാരെ ഞാനുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നല്ല നല്ല വലിയ വലിയ എമൗണ്ട് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ചെറിയ എമൗണ്ടിൽ ഇനി സാർ എൻ്റെ അടുത്ത് ആകപ്പാടെ 20,000 രൂപയുള്ളൂ, 30,000 രൂപയുള്ളൂ, എന്ത് ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ ഒരു 250 കമ്പനികളിൽ നിന്ന് ഇതിനകത്ത് നിങ്ങൾക്ക് സ്മോൾ ക്യാപ്പും ഉണ്ട്, മിഡ് ക്യാപ്പും ഉണ്ട്, ലാർജ് ക്യാപ്പും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തേക്കുന്നത്? ഇതൊക്കെ മാർക്കറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള കമ്പനികളാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് വഴിയെ പറയുന്നുണ്ട്. നിങ്ങൾ പ്രസന്റേഷനിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തൊക്കെയാണ് ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ, എങ്ങനെയാണ് ഈ കമ്പനിയെ സെലക്ട് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ ഇനി മുതലെങ്കിലും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ഓരോ കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ടും ആനുവൽ റിപ്പോർട്ടൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് വായിക്കാൻ നോക്കുക. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും കൺവിക്ഷൻ ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോക്കിനെ കുറിച്ചിട്ട് ഒരു 20 മിനിറ്റോളം ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നത് എങ്ങനെയാണ്? കാരണം ഞാൻ അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ആനുവൽ റിപ്പോർട്ട്, ബിസിനസ്, എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്ത് വരുന്നതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ 5-5.5 വർഷങ്ങൾക്ക് മുമ്പുള്ള അതിൻ്റെ സംഭവങ്ങൾ ചോദിച്ചാൽ എനിക്കിപ്പോൾ അറിയാം. ഈ ഒരു 10-250 കമ്പനികളിലെ ബിസിനസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കത് ഏകദേശം ഒരു മനപ്പാടം പോലെ തന്നെയാണ്. അപ്പോൾ ഈ എങ്ങനത്തെ ഒരു കൺവിക്ഷൻ പവർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ നല്ലൊരു ട്രേഡറായിട്ട് മാറുന്നത് അല്ലേ. നിങ്ങൾക്ക് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമേ വരില്ല. അപ്പോൾ എൻ്റെ മിഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. എൻ്റെ മെൻറ്റർ എന്നോട് പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ്. ഈ ലിസ്റ്റും കാര്യങ്ങളും ഇതൊക്കെ എനിക്ക് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് ഇതിന് അവയർനെസ് ഉണ്ടാകുക. ഇക്വിറ്റി ട്രേഡിങ്ങിൻ്റെ അവയർനെസ് എല്ലാവരിലേക്കും എത്തിക്കണം. ഓക്കെ, അതല്ലാതെ ഈ ചാനൽ തുടങ്ങുന്നതിനെ കൊണ്ട് എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. ഐ എം നോട്ട് ഗോയിങ് ടു സെൽ എ കോഴ്സ് ടു യു ഓർ എനി അതർ പ്രോഡക്റ്റ് ഓർ സംതിങ്, നത്തിങ്. ഓക്കെ, എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻറ്റ്, സംതിങ് ബിഗ് ആക്ച്വലി. ഓക്കെ, അത് കൂടാതെ തന്നെ എല്ലാവർക്കും അവരവരുടെ പൈസ വലുത് തന്നെയാണ് അല്ലേ. 20,000 ആയിക്കോട്ടെ, 20 ലക്ഷം ആയിക്കോട്ടെ, 20 കോടി ആയിക്കോട്ടെ, അവനവൻ്റെ കയ്യിലുള്ള അവനവൻ്റെ വലുപ്പം അനുസരിച്ച് ആ പൈസ അവനവന് വലുത് തന്നെയാണ് അല്ലേ. അപ്പം നമ്മളുടെ ഒരു രൂപ പോലും എന്തുകൊണ്ട് ആയിക്കോട്ടെ, ഒരു രൂപ പോലും ആയിക്കോട്ടെ, അത് നമ്മൾ കൊണ്ടുപോയി ഒരു കമ്പനീൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ എന്താവും, നമ്മൾ ഈ പെനി സ്റ്റോക്കൊന്നും നമ്മൾ ഈ ചെറിയ വാല്യൂ ഉള്ള സ്റ്റോക്കൊന്നൊക്കെ നമ്മൾ മാറി നിൽക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. അപ്പോൾ പൈസ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നല്ല സ്ഥലത്ത് കൊണ്ടുപോയി നല്ലൊരു ബിസിനസ്സിൽ കൊണ്ടുപോയി പൈസ ഇൻവെസ്റ്റ് ചെയ്താലേ പൈസ ഉണ്ടാവുള്ളൂ. ഓക്കെ, അല്ലാണ്ട് പെനി സ്റ്റോക്കിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത് ഇപ്പോൾ 1 ലക്ഷം രൂപയാണ്. നിങ്ങൾക്കൊരു 3 രൂപേനെ പെനി സ്റ്റോക്കിൽ കൊണ്ടുപോയിട്ട് ആ 1 ലക്ഷം രൂപ മൊത്തമായിട്ട് ഇടാൻ നിങ്ങളുടെ മനസ്സനുവദിക്കുമോ? നിങ്ങൾക്ക് അത്രയും കൺവിക്ഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് 1 കോടി രൂപ വേണമെങ്കിൽ ഇടാം. ആ 1 ലക്ഷം രൂപ ഇടാനുള്ള നിങ്ങൾക്ക് കൺവിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഈ പറയുന്ന 250 കമ്പനികളും ഇതിൻ്റെ ഡീപ്പ് സ്റ്റഡി നടത്തിയിട്ട് എനിക്ക് അതിനകത്ത് ഫുൾ കൺവിക്ഷൻ വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളതിനെ പഠിക്കാൻ ശ്രമിക്കുക. ഈ NRI ട്രേഡർ എന്ന ചാനൽ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഇക്വിറ്റി ട്രേഡിങ്ങിൻ്റെ വെൻ ഇറ്റ് കംസ് ടു ഇക്വിറ്റി ട്രേഡിംഗ് ദിസ് ചാനൽ ഷുഡ് ബി യുവർ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ. അങ്ങനെ എനിക്ക് ഈ ചാനലിനെ മാറ്റണം, അതുപോലെ ആൾക്കാർ എനിക്ക് ഇമ്പാക്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ലിസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരികയാണ്. നിങ്ങൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. സോ വിത്ത് ദിസ് നോട്ട് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ദ ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയാൻ പോകുന്ന 80 കമ്പനീസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ആ 80 കമ്പനീസിൻ്റെ ലിസ്റ്റാണ് ഞാനിപ്പോൾ തരാൻ പോകുന്നത്. അപ്പോൾ ഈ 80 കമ്പനീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ്പ് ബെസ്റ്റ് കമ്പനീസ് ആണ്. ഓക്കെ, ഞാൻ എൻ്റെ ക്രൈറ്റീരിയ വെച്ച് സെലക്ട് ചെയ്തതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ 80 കമ്പനീസ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് കമ്പനീസ് ആണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനെ സെലക്ട് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇത് എവിടെ നിങ്ങൾക്ക് കാണാം. കളർ പോട്ടെ. ഓക്കെ, ഈ ബേസിക്കലി ഇതൊരു 6 ക്രൈറ്റീരിയ, 6 റൂൾസ് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഈ 6 റൂൾസും
ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കണം ഈ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റൂൾസ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ റൂൾസ് എന്ന് പറയുന്നത് ഇവർ അവരുടെ സെക്ടറിൽ ഒരു മാർക്കറ്റ് ലീഡർ ആയിരിക്കണം. മനസ്സിലായല്ലോ? അവരുടെ സെക്ടറിൽ അവരൊരു മാർക്കറ്റ് ലീഡർ ആയിരിക്കണം ആ കമ്പനി. ഓക്കെ, രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കമ്പനി ഷുഡ് ബി ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ, അല്ലേ? ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആയിരിക്കണം. മനസ്സിലായല്ലോ? അതാണ് എൻ്റെ ക്രൈറ്റീരിയ. ഫുള്ളായിട്ട് വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആയിരിക്കണം, കടമുണ്ടാവാത്ത കമ്പനി ആയിരിക്കണം. പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് കമ്പനി ഒരു 10 വർഷത്തിലോട്ട് 15 വർഷം വരെ 10 തൊട്ട് 15 വർഷം വരെയുള്ള എങ്കിലും മിനിമം ബിസിനസ്സിലുള്ള കമ്പനി ആയിരിക്കണം. അപ്പോൾ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്താ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ ഈ പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനീസൊക്കെ ഉണ്ടല്ലോ, വലിയ IPO കൊണ്ടുവരും, ന്യൂസിൽ ബൂസ്റ്റ് ചെയ്തിട്ട് IPO ഒക്കെ വരും. അങ്ങനെയൊക്കെ വരുന്ന കമ്പനികളൊക്കെ നമ്മൾ ഒഴിവാകാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടപ്പിൽ തന്നെ കുറച്ച് കമ്പനികൾ, നല്ല കമ്പനികളുണ്ട്. ജേസയ്ക്ക് നമ്മളുടെ ഇൻഡിഗോ പെയിൻറ്റ്സ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, IPO ഇപ്പോഴല്ലേ വന്നിട്ടുള്ളൂ. ഓക്കെ, അങ്ങനത്തെ നല്ല കമ്പനികളും ഉണ്ട്, അതിനെ സെലക്ട് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മുന്നോട്ട് നോക്കാം. ലിസ്റ്റ് ഞാൻ തരുന്നുണ്ടാവും താഴെ. ദെൻ കമ്പനി ഷുഡ് ബി ഇൻ ദ ബിസിനസ് ഫോർ ദ ലാസ്റ്റ് 10-15 ഇയേഴ്സ് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് അവരുടെ ഗ്രോത്ത് പ്രോസ്പെക്ട് ഫോർ ദ നെക്സ്റ്റ് 10-15 ഇയർ ഉണ്ടാവണം. മനസ്സിലായല്ലോ? കമ്പനിയുടെ നെക്സ്റ്റ് 10-15 ഇയർ വരെ ഗ്രോത്ത് പ്രോസ്പെക്റ്റ് ഒരു വിഷണറി ഉള്ള കമ്പനി ആയിരിക്കണം അവർ. ഓക്കെ, അവരുടെ മാനേജ്മെൻറ്റിന് ആ ഒരു വിഷണറി ഉണ്ടാവണം. അപ്പോൾ ആ ഒരു അങ്ങനെ ഉള്ള കമ്പനികളെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്തായി? നമ്മളുടെ മൂന്നാമത്തെയും കഴിഞ്ഞു, അല്ലേ? ലാസ്റ്റ് 10-15 വർഷം വരെ ബിസിനസ്സിലുണ്ടാവണം. പിന്നെ നാലാമത്തെന്ന് പറയുന്നത് അവരുടെ ഗ്രോത്ത് പ്രോസ്പെക്റ്റ് ഒരു അടുത്ത 15 വർഷത്തേക്കെങ്കിലും ഉണ്ടാവണം. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ളത് കമ്പനിക്ക് ഈ പറയുന്ന NT40 എന്ന് പറയുന്ന ഈ കമ്പനിയും NT40N, ഈ 2 സെഗ്മെൻറ്റിൽ വരുന്ന 80 കമ്പനികൾക്കും എന്താണ് വേണ്ടത്? പ്രൈസിങ് പവർ ഉണ്ടാവണം. മനസ്സിലായല്ലോ? പ്രൈസിങ് പവർ ഉണ്ടാവണം. മനസ്സിലായില്ലേ? പ്രൈസിങ് പവർ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൈസിങ് പവർ എന്താണെന്ന്. ഞാൻ മറ്റേ ഇൻഡിഗോ പെയിൻറ്റിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിവിടെ ഞാൻ വേണമെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൈസിങ് പവർ എന്താണെന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതുമായി കഴിഞ്ഞ് പിന്നെ കമ്പനി ഷുഡ് ബി ഫ്രം ദ പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ ഗവൺമെൻറ് കമ്പനി ആയിരിക്കരുത്. നമ്മളുടെ ഈ 80 കമ്പനികളും പ്രൈവറ്റ് സെക്ടർ കമ്പനി എന്നുള്ള തന്നെ ആയിരിക്കണം. കാരണം ഗവൺമെൻറ് കമ്പനീസിൽ PSU ബാങ്ക് ഒഴികെ ബാക്കിയുള്ള കമ്പനികളുടെ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. അവർക്ക് അവരുടെ ആ ഒരു സെയിം ലെവലിൽ പോയിക്കൊണ്ടിരിക്കുക, എന്നാലും മതി, സൈക്കിൾ ഓടണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കണം, നല്ലൊരു ഇതിലേക്ക് വരണം, അങ്ങനെയൊന്നും ആ ഒരു എല്ലാ സെക്ടറിലും ഇല്ല, ബാങ്കിങ് സെക്ടർ ഒഴികെ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗവൺമെൻറ് സെക്ടറിലുള്ള കമ്പനീസിനെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 6 റീസൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ കമ്പനീനെ സെലക്ട് ചെയ്യാനുള്ള. കമ്പനി ഒരു മാർക്കറ്റ് ലീഡർ ആയിരിക്കണം. രണ്ടാമത്തത് അവർ ഡെപ്റ്റ് ഫ്രീ, കടവില്ലാത്ത കമ്പനി ആയിരിക്കണം. ദെൻ അവരുടെ കഴിഞ്ഞ 10 തൊട്ട് 15 വർഷം വരെ ബിസിനസ്സിലുണ്ടാവണം. ദെൻ കമ്പനിയുടെ ഗ്രോത്ത് പ്രോസ്പെക്റ്റ് അടുത്ത 15 വർഷം വരെ ഉണ്ടാവണം. ദെൻ കമ്പനി പ്രൊഡക്റ്റുകൾക്ക് പ്രൈസിങ് പവർ ഉണ്ടാവണം. പിന്നെ കമ്പനി ഒരു പ്രൈവറ്റ് സെക്ടർ കമ്പനി തന്നെ ആയിരിക്കണം, ഗവൺമെൻറ് സെക്ടർ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 6 റീസൺ നമ്മൾ കണ്ടു കഴിഞ്ഞു, അല്ലേ? 6 ക്രൈറ്റീരിയ നമ്മൾ പഠിച്ചു ഇപ്പോൾ. ഓക്കെ, കമ്പനീനെ സെലക്ട് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിന് ഞാൻ 2 ലിസ്റ്റാക്കി മാറ്റിയിട്ടുണ്ട്. ടോട്ടൽ 80 കമ്പനി ആയിരിക്കും ഉണ്ടാവുക. NT40 വരുന്നതെന്ന് വെച്ചാൽ ലാർജ് ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് വിതിൻ ദിസ് ലിസ്റ്റ്. ഐ മീൻ ഈ 6 റൂൾസിനെയും ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞു. ഈ 6 ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്യുന്ന ഒരു കമ്പനി നമുക്ക് കിട്ടി. ആ കമ്പനി ലാർജ് ക്യാപ്പിലോ അല്ലെങ്കിൽ മിഡ് ക്യാപ്പിലോ ആണെങ്കിൽ ഈ NT40 എന്ന ലിസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. പിന്നെ ഈ പറയുന്ന 6 കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യുന്ന കമ്പനി ഒരു സ്മോൾ ക്യാപ്പോ മിഡ് ക്യാപ്പോ ആണെങ്കിൽ അത് നിങ്ങൾക്ക് താഴത്തെ ലിസ്റ്റിൽ ഇവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, NT40 എന്ന ഈ ലിസ്റ്റിൽ കിട്ടുന്നുണ്ടാവും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ പറയുകയാണെങ്കിൽ NT40 ലാർജ് ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ്, ആൻഡ് NT40 നെക്സ്റ്റിൽ മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ്, അത്രേ ഉള്ളൂ. ഓക്കെ, പക്ഷേ നിങ്ങളിത് നമ്മളുടെ നിഫ്റ്റി 50 കമ്പനിയായിട്ട് കമ്പയർ ചെയ്യരുത്. ഇത് നിഫ്റ്റി 50 അല്ല കേട്ടോ, ഇത് നിഫ്റ്റി 50 അല്ല. ഇത് എൻ്റെ ഈ പറയുന്ന 6 ക്രൈറ്റീരിയയും ഫുൾഫില്ല് ചെയ്യുന്ന കമ്പനികളാണിത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ NT40 ലിസ്റ്റ് പെട്ടെന്ന് നോക്കുമ്പോൾ കോൺഗ്ലോമറേറ്റിൻ്റെ അണ്ടറിൽ വരുന്നത് 2 കമ്പനികളാണ്. ഓക്കെ, നിഫ്റ്റി ബീസ് ആൻഡ് ബാങ്ക് ബീസ്. ഈ എന്താണ് കോൺഗ്ലോമറേറ്റ് എന്ന് പറഞ്ഞാൽ? കോൺഗ്ലോമറേറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബിസിനസ് ചെയ്യുന്ന കമ്പനികൾ. ഓക്കെ, മൾട്ടിപ്പിൾ ആയിട്ട് വേറെ ബിസിനസ് ചെയ്യുന്ന കമ്പനികൾ, അത് കോൺഗ്ലോമറേറ്റിൽ വരും. അപ്പോൾ നിഫ്റ്റി ബീസിനുണ്ടല്ലോ ഒരുപാട് ബിസിനസ് ഉണ്ട്.
പിന്നെ റിലയൻസ് എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്ത്? റിലയൻസ് ഏത് സെക്ടറിലാണ് ഇല്ലാത്ത? ഇപ്പോൾ അവർ ഫിനാൻഷ്യൽസിലും വന്നു, അവർ പവർ ജനറേഷനിലുണ്ട്, ദേ ആർ ഇൻ ടു മെനി ബിസിനസ്സസ്. ഓക്കെ, അപ്പോൾ അവരും ഒരു കോൺഗ്ലോമറേറ്റ് കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ അവർ ആ രണ്ട് കമ്പനിയെയും അവിടെ വെച്ചു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് FMCG സെക്ടറിൽ നമ്മൾ നോക്കുന്നത്, നമ്മൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, നെസ്ലെ ഇന്ത്യ, PGHH, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, കോൽപാൽ, ഡാബർ, ജില്ലറ്റ്, മാരിക്കോ ആൻഡ് ITC. ഓക്കെ, അപ്പോൾ ഈ FMCG സെക്ടറിലുള്ള മേജറായിട്ടുള്ള പ്ലേയേഴ്സിനെല്ലാം നമ്മളോട് എത്തിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് ബാങ്ക്സിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ബാങ്ക്സിൽ ഏതൊക്കെയാണ് വന്നേക്കുന്നത്? ബാങ്ക് ബീസ് എടുത്തു, ബാങ്കിൻ്റെ ETF എടുത്തു, HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കോട്ടക് ബാങ്ക്. ഓക്കെ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ IT സെക്ടറിൽ നമ്മൾ 3 കമ്പനിനെ ചൂസ് ചെയ്തു. അതൊക്കെയാണ് HCL ടെക്, ഇൻഫി, TCS. ഓക്കെ, അത് IT സെക്ടറിൽ നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ കൺസ്യൂമർ പ്രോഡക്റ്റ് കമ്പനികളിൽ നോക്കുമ്പോൾ ടൈറ്റൻ, ഓക്കെ, ടൈറ്റൻ നമ്മൾ എടുത്തു, പേജ് ഇൻഡസ്ട്രീസിന് എടുത്തു, ബാറ്റ ഇന്ത്യ, ഹാവൽസ് ആൻഡ് വേൾപൂൾ. നോൺ ബാങ്കിങ് സെക്ടറിൽ ഞാൻ സെലക്ട് ചെയ്തപ്പോൾ 2 കമ്പനി, HDFC AMC ആൻഡ് നാം ഇന്ത്യ, അല്ലേ? ഇവരപ്പോൾ എന്താണ്, മ്യൂച്വൽ ഫണ്ട് സെക്ടറിലുള്ള കമ്പനികളാണ്. അപ്പോൾ അത് രണ്ടിനെയും ഞാൻ 2 കമ്പനിയായിട്ട് സെലക്ട് ചെയ്തു. പിന്നെ അടുത്ത 2 കമ്പനി സെലക്ട് ചെയ്തത് HDFC ലൈഫ് ആൻഡ് ICICI പ്രൊഡൻഷ്യൽ ലൈഫ്. അപ്പോൾ നമ്മളുടെ ഇൻഷുറൻസ് സെക്ടറിലുള്ള ഒരു കമ്പനിയും കൂടെ നമുക്ക് 2 കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ജനറൽ ഇൻഷുറൻസ് കൊടുക്കുന്ന 2 കമ്പനികൾ സെലക്ട് ചെയ്തു. അപ്പോൾ ICICI ലോംബാർഡ്, പിന്നെ ബജാജ് ഫിൻസർവ്, ഈ 2 കമ്പനികൾ മനസ്സിലായല്ലോ. അത് കഴിഞ്ഞ് 2 ഫിനാൻസിങ് കമ്പനി കൂടെ എടുത്തു. അതാണ് ബജാജ് ഹോൾഡിംഗ്, ബജാജ് ഗ്രൂപ്പിൻ്റെ ഹോൾഡിംഗ് കമ്പനിയാണ്, പിന്നെ ബജാജ് ഫിനാൻസ്. ഓക്കെ, അപ്പോൾ ഈ 2 നോൺ ബാങ്കിങ് സെക്ടറിൽ വന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളെയും ഞാൻ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഫാർമ സെക്ടറിൽ ഞാൻ ഗാലക്സോ ഫാർമ, ആബട്ട് ഇന്ത്യ, മനസ്സിലായില്ലേ, പിന്നെ പിഫ്സർ, പിന്നെ സനോഫി, അങ്ങനെ ഈ കമ്പനികളെ ഫാർമയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പെയിൻറ്റ് സെക്ടറിൽ വരുമ്പോൾ ആക്സോനോബൽ ഇന്ത്യ 3 മാർക്കറ്റ് പ്ലേയേഴ്സിന് സെലക്ട് ചെയ്തു, ഏഷ്യൻ പെയിൻറ്റ് ആൻഡ് ബർജർ പെയിൻറ്റ്. ഓക്കെ, പിന്നെ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് ബജാജ് ഓട്ടോ, ഇവരെയും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഓട്ടോ സെക്ടറിൽ ബജാജ് ഓട്ടോ ഞാൻ എന്തുകൊണ്ട് മാരുതി സെലക്ട് ചെയ്തില്ല? മാരുതിൻ്റെ ബിസിനസ് കുറച്ച് സൈക്ലിക്കൽ ബിസിനസ്സാണ്, പക്ഷേ 2 വീലർ ബിസിനസ്സിൽ അത്രയും ഇമ്പാക്റ്റ് വരാറില്ല. ഓക്കെ, പെയിൻറ്റ് സെക്ടറിൽ ഈ 3 പേരും മേജർ മാർക്കറ്റ് ലീഡറാണ്. ദർ ഇസ് നോ ഡൗട്ട് ഓൺ ദാറ്റ്. പിന്നെ ഫാർമ സെക്ടറിലെ 3-4 കമ്പനികളിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മാർക്കറ്റ് ലീഡറിനെ സെലക്ട് ചെയ്തു. അവിടെ ഇവരുടെ എന്ന് വെച്ചാൽ ഇവർ പ്രൈവറ്റ് സെക്ടറിലായതുകൊണ്ട് തന്നെ ഇവർക്ക് ഗവൺമെൻറ്റിന് അത്ര വലിയ പ്രഷർ വരില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ആ രീതിയിൽ പോകുമ്പോൾ അവിടെ കുറച്ച് പ്രഷർ കൂടുതലുണ്ടാവും. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നോൺ ബാങ്കിങ് സെക്ടറിൽ എല്ലാം അവരവരുടെ രീതിയിൽ അവർ മാർക്കറ്റ് ലീഡർ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ നമ്മളുടെ എന്താ പറയുന്നത്, ബാങ്കിങ് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് ബീസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിന് 4 ബാങ്കും എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ FMCGൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ സെക്ടർ FMCG ഒരു ഗ്രൂപ്പായിട്ട് പറയുമ്പോൾ ഓക്കെ, അവർ അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയല്ല, അവരുടെ ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റ് ഈസ് ഡിഫറെൻറ്റ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് നെസ്ലെ ഉണ്ടാക്കാറില്ല, നെസ്ലെ ഒരു പ്രൊഡക്റ്റും നമ്മളുടെ മാരിക്കോ ആയിട്ട് മാച്ച് ആവാറില്ല. പിന്നെ PGHൻ്റെ പ്രൊഡക്റ്റുകൾ കോൾപാൽ മാച്ച് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാം അവരവരുടെ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ മാർക്കറ്റ് ലീഡർ തന്നെയാണ്. അപ്പോൾ നമുക്ക് NT40 നെക്സ്റ്റിൻ്റെ ലിസ്റ്റും കൂടെ പെട്ടെന്ന് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ബാങ്കിങ് സെക്ടറിലെ കമ്പനിയാണ്. സ്മോൾ ഫിനാൻസ് ബാങ്കിങ്ങിൽ ഞാൻ ഇക്വിറ്റാസ് ബാങ്കിനെയും ഉജ്ജീവനെയും എടുത്തിട്ടുണ്ട്. ദെൻ കൺസ്യൂമർ പ്രോഡക്റ്റിൽ 3M ഇന്ത്യ, ഗോദ്രേജ്, ദെൻ പ്രിന്റ് കേബിൾ, ഡിക്സൺ, സെറ, ഹോണർഡ്, JC, ലെക്സ് ഇൻഡസ്ട്രീസ്, then Polycab, Rajesh Exports, Relaxo, SFL, Symphony, VIP India, then TTK Prestige. Then നമ്മൾ നോൺ ബാങ്കിങ് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ 5 പൈസ എടുത്തിട്ടുണ്ട്, ദെൻ ഏഞ്ചൽ വൺ, ICC, ദെൻ മോത്തിലാൽ ഒസ്വാൽ, MCX, OFS എന്ന് പറഞ്ഞാൽ ഒറാക്കിൾ ഫിനാൻസ്, ദെൻ ടാറ്റ എലക്സി, മാൻ പവർ, ടീം ലീസ്, SIS. ഓക്കെ, then pharma company AstraZeneca Pharma, then Bioscope, then Eris and Alpath Lab. then next വരുന്നത് നമ്മളുടെ ഓട്ടോ സെക്ടറാണ്. ഓട്ടോ സെക്ടറിൽ നിന്ന് ഞാൻ പിന്നെ ബോസ് മോട്ടോഴ്സിനെ എടുത്തു, ഐഷർ മോട്ടോഴ്സിനെ എടുത്തു. ദെൻ ലിക്കർ സെക്ടറിൽ മാക്ഡോവെൽ ആൻഡ് റെഡിക്കോ. ദെൻ കെമിക്കൽ സെക്ടറിൽ നിന്ന് ഫിൻ ഓർഗാനിക്, ദെൻ കെപ്ലി പോയിന്റ്, വിനാത്തി ഓർഗാനിക്. ദെൻ മീഡിയ സെക്ടറിൽ നിന്ന് സൺ TV, ദെൻ പെയിൻറ്റ് സെക്ടറിൽ നിന്ന് ഇൻഡിഗോ പെയിൻറ്റ്സ് ആൻഡ് കൺസൈ നെറുലാക്ക്. സോ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കയ്യിലുണ്ട് ഇപ്പം. ഓക്കെ, യു ഡോണ്ട് നീഡ് ടു വറി. മനസ്സിലായല്ലോ. ഇനി ഈ പറയുന്ന സ്റ്റോക്കുകൾ എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളോ ആനുവൽ റിപ്പോർട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദർ ഈസ് നോ ഇഷ്യൂ ഓൺ ദാറ്റ്. ഐ വിൽ ഡു എവറിത്തിങ് ഫോർ യു. ഓൺലി തിങ് ഇസ് ദാറ്റ് യു പ്ലീസ് സപ്പോർട്ട് ദിസ് ചാനൽ.
എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവയർനെസ് ഉണ്ടാക്കുക, അവരിലേക്കൊക്കെ എത്തട്ടെ. എല്ലാവർക്കും എന്താ പറയുക, NRI ട്രേഡർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇക്വിറ്റി ട്രേഡിംഗ് എന്ന ഒരു മൈൻഡിൽ വരുന്ന രീതിയിൽ നമ്മുടെ ഈ ചാനലിനെ മാറ്റണം. അത്രയും ആൾക്കാർ എനിക്ക് ഇമ്പാക്റ്റ് ചെയ്യണം. ഓക്കെ, അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം പ്ലീസ്. താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ.